ഓഹരി വിപണി സൂചിക ഇന്ന് ഒറ്റയടിക്കിടിഞ്ഞത് 1.5%. ചോരയൊലിച്ച് IT ഓഹരികൾ. AI-യുടെ തള്ളിക്കയറ്റ ഭീഷണിയിൽ ചില മുൻനിര IT ഓഹരികളുടെ ഈ വർഷത്തെ ഇടിവ് 40%-ലേറെ. ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണി, US ടെക് ഓഹരികളിലെ വിൽപ്പന സമ്മർദ്ദം, പ്രതിവാര നിഫ്റ്റി 50 ഡെറിവേറ്റീവ് എക്സ്പയറി, രൂപയുടെ ദുർബലാവസ്ഥ, US ഇറാൻ സംഘർഷം എന്നിവ മറ്റു കാരണങ്ങൾ. നിക്ഷേപകർക്ക് ഇന്നത്തെ നഷ്ടം 6.5 ലക്ഷം കോടി രൂപ. ഇറാൻ US യുദ്ധഭീതിക്കൊപ്പം അഫ്ഗാനിസ്ഥാനുമായുള്ള സംഘർഷവും മുറുകിയപ്പോൾ പാകിസ്ഥാൻ ഓഹരി വിപണിയിൽ തുടർച്ചയായ 3-ാം ദിവസവും വൻ തകർച്ച. പല കമ്പനികളുടെയും പ്രവർത്തന ഫലം മോശമായത് ഇടിവിന് ആക്കം പകർന്ന ഘടകം. IDFC ഫസ്റ്റ് ബാങ്കിലെ 590 കോടി രൂപയുടെ തട്ടിപ്പ് 24 മണിക്കൂറിനകം തിരിച്ചുപിടിച്ച് ഹരിയാന സർക്കാർ. കുറ്റക്കാരായ ജീവനക്കാർ അടക്കമുള്ളവരെ വെറുതെ വിടില്ലെന്ന് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി. ദേശീയ ധനസമ്പാദന പദ്ധതിയുടെ 2-ാം ഘട്ടം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. സ്വകാര്യ റെയിൽവേ സ്റ്റേഷനുകൾ, സ്വകാര്യ ഗുഡ്സ് ട്രെയിൻ എന്നിവയടക്കം പരിഗണനയിൽ. ഉടമാവകാശം നിലനിർത്തി സർക്കാർ ആസ്തി നിശ്ചിത കാലയളവിലേക്ക് സ്വകാര്യ മേഖലയ്ക്ക് നൽകി 5 വർഷം കൊണ്ട് 17 ലക്ഷം കോടിയോളം സമാഹരിക്കാൻ ലക്ഷ്യം. യഥാർത്ഥ GDP വളർച്ച കണക്കാക്കുന്നതിന് പുതിയ രീതി കൊണ്ടുവരാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. കൃത്യത ഉറപ്പാക്കാനാണ് ഇതെന്ന് വിശദീകരണം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.